എൻ്റെ പേര് അഡ്വക്കേറ്റ് ജൂഡി ഡിസിൽവ. കൽപ്പറ്റയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, വയനാട്ടിൽ. ഇതിനു മുമ്പ് വന്ന് ഞാൻ വലിയ 3 കാര്യങ്ങൾ നേടിയിട്ടുള്ളതാണ്. അതിനോടനുബന്ധിച്ച് ആ വിശ്വാസം അടിയുറച്ച് മുമ്പോട്ട് പോയി ദിവസവും രാത്രി 2:30 മണിക്ക് എഴുന്നേറ്റ് 3:30 മണിക്ക് കിടക്കുന്നൊരു സ്വഭാവക്കാരനാണ്. ആ സമയം മുഴുവൻ ബൈബിൾ വായനയും കൃപാസന മാതാവിൻ്റെ പത്രങ്ങൾ വായിക്കാനും മറ്റും സമയം കണ്ടെത്തുന്നു. ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും അത് 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ട ഒരാവശ്യം വന്നു. കാരണം വൈഫിന് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിട്ട് ആ കാര്യം നമുക്ക് അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അതിന് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു തോന്നലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നു. ഞങ്ങൾ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് വാ. അങ്ങനെ വീണ്ടും ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്റ്റോൺ പോലും കണ്ടിരുന്നില്ല. അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ നേടിയപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കൊരു 20 വർഷമായിട്ട് എൻ്റെ സ്ഥലം കച്ചവടം നടക്കാതെ നീണ്ടു പോവുകയായിരുന്നു. അത് ഞാൻ ഒരു തീരുമാനമെടുത്തു. അച്ഛനെ കണ്ട് ആ ആധാരം ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ ഉടനെ നടക്കുമെന്ന്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഈ 20 വർഷമായിട്ട് കച്ചവടം നടക്കാത്ത ആ സ്ഥലം കച്ചവടമാകുകയാണ് ഉണ്ടായത്. അതിനു കൂടാതെ ഞാൻ കിട്ടുന്ന കാശിൽ 10% പാവപ്പെട്ടവർക്കും പള്ളിയുടെ കാര്യത്തിനായാലും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന അധിഷ്ഠമായി ജീവിക്കുകയാണ്. എൻ്റെ ഓഫീസിൽ വരുന്ന ഓരോരുത്തർക്കും കൃപാസന മാതാവിനെ പറ്റി എപ്പോഴും ഞാൻ കൂടുതൽ പറഞ്ഞ് വാചാലനാകാറുണ്ട്. അത് പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവർക്ക് ബോറടിക്കുമെന്ന്. പക്ഷേ അവരൊന്നും ബോറടിക്കാതെ ഇരുന്ന് മുഴുവൻ കേൾക്കുമായിരുന്നു, ഏത് ജാതിക്കാരാണെങ്കിലും. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി. ഞാൻ പല കാര്യങ്ങൾക്കും ഒരുപാട് പേർക്ക് ആ തരത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലും പല പാവപ്പെട്ടവർക്കും മറ്റും എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു മുമ്പ് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാത്തത് ഇതിനു മുമ്പ് പറഞ്ഞതായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് ഒരുപാട് നന്ദി. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്ന തിരുവചനം പോലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യവും അത് കിഡ്നി സ്റ്റോൺ ആദ്യമേ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നീട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്നു കണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അതൊന്നും അവിടെ ആ കല്ലുകളില്ല എന്നാണ് പിന്നീട് ഡോക്ടേഴ്സ് പ്രൂഫ് ചെയ്തത്. 20 വർഷമായിട്ട് തനിക്ക് നടക്കാത്ത തൻ്റെ സ്ഥലക്കച്ചവടം അതും ഒരാഴ്ചയ്ക്കുള്ളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്നു. തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ അതെല്ലാം അതിനുവേണ്ടി സമയമെടുത്ത് മറ്റുള്ളവരോട് അനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവത്തിൻ്റെ കൂടുതൽ സ്നേഹത്തെ മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് കർത്താവിൻ്റെ വക്താവായിട്ട് താൻ പ്രവർത്തിക്കുന്നു. ഇനിയും തൻ്റെ ജീവിതത്തിൽ കൂടുതൽ കൃപകൾ തനിക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന കൃപകളെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളായിട്ട് മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.